ഹലോ ഫ്രണ്ട്സ്, കാറ്റും മഴയും എന്ന ഈ പ്രതിഭാസത്തെ കാലാവസ്ഥാ വ്യതിയാനമായും പ്രകൃതിയുടെ വികൃതിയായും നോക്കിക്കാണുന്ന നമ്മൾ മഴ ചോർന്ന് മാനം തെളിഞ്ഞപ്പോൾ കാണുന്ന ഈ ഹരിതാപം അല്ലെങ്കിൽ മനം കുളിർക്കുന്ന പച്ചപ്പ് ജീവജാലങ്ങൾക്ക് ഉണർവും ഉന്മേഷവും പകരുന്ന പ്രകൃതി ഒരുക്കിയ വികൃതിയല്ല, ഒരു കരുതൽ. പ്രകൃതിയുടെ നന്മ, ആ നന്മയാണ് ശുദ്ധവായുവായും ജലമായും ആഹാരമായും നമുക്ക് ചുറ്റുമുള്ളത്. ഇതെല്ലാം കരുതലോടെ കാത്തു വെച്ചിട്ടാണ് പ്രകൃതി മനുഷ്യനെ സൃഷ്ടിച്ചത്. അതുകൊണ്ട് തന്നെയാണ് മനുഷ്യൻ പ്രകൃതിയുടെ ഉദാത്തമായ സൃഷ്ടിയാണെന്ന് പറയുന്നത്. ഈ കാഴ്ചകൾക്ക് അപ്പുറം പഴങ്ങളായും കിഴങ്ങ് വർഗ്ഗങ്ങളായും ഇലകളായും ധാന്യങ്ങളായും നമ്മൾ ആഹാരമായി കഴിക്കുന്നതും കശുവണ്ടി പോലുള്ള നാണ്യവിളകളുടെ ലഭ്യതയും പ്രകൃതിയുടെ കരുതൽ കൊണ്ട് മാത്രമാണ്. മറ്റ് ഗ്രഹങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി വായു, ജലം, മണ്ണ്, സസ്യലതാദികൾ, ജീവജാലങ്ങൾ, കടലുകൾ, കായലുകൾ, പുഴകൾ ഇവയെ കൊണ്ടെല്ലാം സമ്പുഷ്ടമായ നമ്മുടെ ഭൂമി അതിൻ്റെ ആകർഷണ വലയത്താൽ നമ്മെ ചേർത്ത് നിർത്തിയിരിക്കുന്നത് ഈ പൂക്കളുടെ സൗന്ദര്യവും സൗരഭ്യവും ആസ്വദിക്കാനും അനുഭവിച്ചറിയാനും കൂടിയാണെന്ന് തോന്നുന്നു. ഇതാണ് പ്രകൃതി നമുക്കൊരുക്കിയ നന്മ. ഇതുകൊണ്ട് തന്നെയാണ് പരിസ്ഥിതി സംരക്ഷണത്തിൻ്റെയും മെച്ചപ്പെടുത്തലിൻ്റെയും പ്രാധാന്യത്തെക്കുറിച്ച് അവബോധം വളർത്തുന്നതിനായി ജൂൺ 5 ലോക പരിസ്ഥിതി ദിനം ആചരിക്കുന്നത്. പരിസ്ഥിതി സൗഹൃദ രീതിയിലുള്ള ശുചീകരണത്തിൻ്റെ ഭാഗമായി മാലിന്യ സംസ്കരണം സംസ്കാരമാക്കുക എന്ന സന്ദേശത്തോടെ പറമ്പിൽ ജീർണിച്ചു കിടക്കുന്ന മാമ്പഴ അവശിഷ്ടങ്ങൾ പെറുക്കിയെടുത്ത് കുഴികുത്തി മൂടിയും വീട്ടിലുണ്ടാകുന്ന ജൈവമാലിന്യങ്ങളും അജൈവ മാലിന്യങ്ങളും തരംതിരിച്ച് അജൈവമാലിന്യങ്ങൾ ഹരിതകർമ്മസേനയ്ക്ക് നൽകിയും ജൈവമാലിന്യങ്ങൾ കമ്പോസ്റ്റിംഗ് പ്രക്രിയയിലൂടെ വളമാക്കാനുള്ള ഉദ്ദേശത്തോടെ കുഴിക്കമ്പോസ്റ്റും റിംഗ് കമ്പോസ്റ്റും ഉപയോഗപ്പെടുത്തുന്നുണ്ട്. മഴക്കാലത്ത് കൊതുക് മുട്ടയിട്ട് പെരുകുന്നത് ഒഴിവാക്കാൻ വെള്ളം കെട്ടി നിൽക്കാൻ സാധ്യതയുള്ള ഇതുപോലുള്ള കുഴികൾ, ചെടിച്ചട്ടികൾ, ചിരട്ടകൾ ഇവയെല്ലാം കണ്ടെത്തി വെള്ളം ഒഴിച്ചു കൊടുത്തോ അല്ലെങ്കിൽ നീക്കം ചെയ്തോ പരിസര ശുചിത്വം പാലിക്കാം. അങ്ങനെ കാലാവസ്ഥാ പ്രവർത്തനം, ആവാസ വ്യവസ്ഥ സംരക്ഷണം, ജൈവവൈവിധ്യ നിലനിർത്തൽ, വനവൽക്കരണം എന്നീ പ്രവർത്തനങ്ങളിലൂടെ നമ്മളും ലോക പരിസ്ഥിതി ദിനാചരണത്തിൻ്റെ ഭാഗമായി. പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗം മൂലം മലിനജലത്തിൽ നിന്നും മാലിന്യ കൂമ്പാരങ്ങളിൽ നിന്നും മൈക്രോ പ്ലാസ്റ്റിക് മണ്ണിൽ അടിഞ്ഞുകൂടുന്നു. അതായത് ഇന്നത്തെ പാരിസ്ഥിതിക വെല്ലുവിളികളിൽ ഒന്നാണ് പ്ലാസ്റ്റിക് മലിനീകരണം. ഈ വെല്ലുവിളി ഏറ്റെടുത്തുകൊണ്ട് ലോക പരിസ്ഥിതി ദിനം പ്ലാസ്റ്റിക് മലിനീകരണം അവസാനിപ്പിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കും. അതിന് റിപ്പബ്ലിക് ഓഫ് കൊറിയ ആഗോള ആഘോഷങ്ങൾക്ക് ആതിഥേയത്വം വഹിക്കും. 2025 ബീറ്റ് പ്ലാസ്റ്റിക് പൊല്യൂഷൻ എന്ന തീം മനസ്സിൽ കണ്ടുകൊണ്ട് തന്നെ പരിസ്ഥിതി സൗഹൃദ അന്തരീക്ഷം സൃഷ്ടിക്കുന്നതിൻ്റെ ഭാഗമായി പ്ലാസ്റ്റിക് ഉപയോഗം നിരസിക്കുക, കുറക്കുക, പുനരുപയോഗം ചെയ്യുക എന്ന സന്ദേശം ഉൾക്കൊണ്ട് ഘട്ടം ഘട്ടമായുള്ള പ്ലാസ്റ്റിക് മുക്ത അന്തരീക്ഷമുണ്ടാക്കുക എന്ന ഉദ്ദേശത്തോടെ പ്ലാസ്റ്റിക് ഷീറ്റുകൾക്ക് പകരം തുണിയായോ പ്ലാസ്റ്റിക് വേസ്റ്റിന് പകരം കളിമൺ പാത്രങ്ങളോ ഗ്ലാസ് പാത്രങ്ങളോ പ്ലാസ്റ്റിക് പൂക്കൾക്ക് പകരമായി പൂക്കളും ഇലകളും സസ്യഭാഗങ്ങളും ഉപയോഗിച്ച് സ്റ്റഡി ടേബിൾ അലങ്കരിച്ചു വെക്കാനുള്ള പ്രവൃത്തിക്ക് ഇന്ന് തുടക്കം കുറിച്ചുകൊണ്ട് ഈ വർഷം UNEP അതായത് യുണൈറ്റഡ് നേഷൻസ് എൻവയോൺമെൻറ്റ് പ്രോഗ്രാം നയിക്കുന്ന ബീറ്റ് പ്ലാസ്റ്റിക് പൊല്യൂഷനിൽ നമുക്കും കണ്ണിയാകാം. ആശംസകളോടെ പ്രേം നിലാസ്. നന്ദി, നമസ്കാരം.